ബാബ വാങ്ക എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിൽ കൗതുകവും നേരിയ ഭയവും ഒരുപോലെ നിറയാറുണ്ട്. ബൾഗേറിയൻ മിസ്റ്റിക് ആയിരുന്ന ബാബ വാങ്ക എന്ന വങ്കേലിയ പണ്ടേവ ഗുഷ്തറവിയുടെ പ്രവചനങ്ങൾ പതിറ്റാണ്ടുകളായി ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2025 എന്ന വർഷം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് 2026ലേക്കുള്ള ബാബ വാങ്കയുടെ പ്രവചനങ്ങളിലേക്കാണ്. മൂന്നാം ലോക മഹായുദ്ധം മുതൽ അന്യഗ്രഹ ജീവികളുമായുള്ള സമ്പർക്കം വരെ നീളുന്ന ഞെട്ടിക്കുന്ന പ്രവചനങ്ങൾ ചർച്ചയാകുമ്പോൾ അത് കേവലം ഒരു അന്ധവിശ്വാസം എന്നതിനപ്പുറം സമകാലിക ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളുമായും ശാസ്ത്രീയ പുരോഗതിയുമായും എങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പരിശോധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. 2026 കുറിച്ചുള്ള ഈ പ്രവചനങ്ങൾ വെറും സങ്കല്പങ്ങളാണോ അതോ വരാനിരിക്കുന്ന ഒരു കൊടുങ്കാറ്റിൻ്റെ മുന്നറിയിപ്പാണോ എന്ന ചോദ്യമാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ബാബ വാങ്കയുടെ പ്രവചനങ്ങളുടെ ആധികാരികത പരിശോധിക്കുമ്പോൾ ചരിത്രത്തിൽ അവർ നടത്തിയ കൃത്യമായ ഇടപെടലുകൾ തള്ളിക്കളയാനാവില്ല. 12ാം വയസ്സിൽ ഒരു ചുഴലിക്കാറ്റിൽപ്പെട്ട് കാഴ്ചശക്തി നഷ്ടപ്പെട്ടതോടെയാണ് വാങ്കയ്ക്ക് വരാനിരിക്കുന്ന കാര്യങ്ങൾ ദർശിക്കാനുള്ള അമാനുഷിക ശേഷി ലഭിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ബാൾക്കണിലെ നോസ്ട്രാഡാമസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇവർ ചെർണോബിൽ ദുരന്തം, സെപ്റ്റംബർ 11 ആക്രമണം, ബരാക് ഒബാമയുടെ പ്രസിഡന്റ് പദവി, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുനാമി എന്നിങ്ങനെ ചരിത്രത്തെ മാറ്റിമറിച്ച പല സംഭവങ്ങളും മുൻകൂട്ടി പറഞ്ഞിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് 2026 കുറിച്ചിട്ടുള്ള അവരുടെ പ്രവചനങ്ങൾ ഇന്ന് ഇത്രയധികം ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയും ഈ പ്രവചനങ്ങളും തമ്മിലുള്ള സാമ്യം പലരെയും അസ്വസ്ഥരാക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. ബാബ വാങ്കയുടെ 2026 പ്രവചനങ്ങളിൽ ഏറ്റവും ഭയാനകമായത് മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചിട്ടുള്ളവയാണ്. ആഗോളതലത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ വഷളായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ പ്രവചനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നിലവിൽ യുക്രൈൻ റഷ്യ പോരാട്ടവും മധ്യേഷ്യയിലെ അസ്വസ്ഥതകളും ലോകത്തെ ഒരു വലിയ യുദ്ധത്തിൻ്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. ഇതിനു പുറമെ തായ്വാനിൽ ചൈന നടത്താൻ സാധ്യതയുള്ള സൈനിക നീക്കങ്ങളെക്കുറിച്ചും വാങ്ക മുൻകൂട്ടി സൂചിപ്പിച്ചിട്ടുള്ളതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമായി മാറാതെ ആഗോള ശക്തികൾ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു മഹാദുരന്തത്തിലേക്ക് നയിച്ചേക്കാമെന്ന രീതിയാണ് ഇന്ന് ലോകരാജ്യങ്ങൾക്കിടയിലുള്ളത്. സാമ്പത്തിക താൽപ്പര്യങ്ങളും അതിർത്തി തർക്കങ്ങളും ചേരുമ്പോൾ ഒരു ചെറിയ തീപ്പൊരി മതി ലോകത്തെ മുഴുവൻ ചാമ്പലാക്കാൻ എന്ന സത്യം വാങ്കയുടെ പ്രവചനങ്ങൾക്ക് കൂടുതൽ കരുത്ത് നൽകുന്നു. മറ്റൊരു പ്രധാന പ്രവചനം ശാസ്ത്രലോകത്തെയും സാധാരണക്കാരെയും ഒരുപോലെ വിസ്മയിപ്പിക്കുന്ന അന്യഗ്രഹ ജീവികളുമായുള്ള സമ്പർക്കമാണ്. 2026 നവംബറിൽ അന്യഗ്രഹ ജീവികൾ മനുഷ്യരുമായി നേരിട്ട് ബന്ധപ്പെടുമെന്ന് വാങ്ക പ്രവചിച്ചതായാണ് കരുതപ്പെടുന്നത്. ഒരു അന്യഗ്രഹ വാഹനം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമെന്നും അതിലൂടെ മനുഷ്യവർഗം പ്രപഞ്ചത്തിൽ തനിച്ചല്ല എന്ന വലിയ സത്യം തിരിച്ചറിയുമെന്നും അവർ വിശ്വസിച്ചിരുന്നു. സമീപകാലത്ത് അമേരിക്കൻ പ്രതിരോധ വകുപ്പായ പെൻറ്റഗൺ പോലും അജ്ഞാത പേടകങ്ങളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിട്ട സാഹചര്യത്തിൽ ഈ പ്രവചനത്തിന് ശാസ്ത്രീയമായ ഒരു തലം കൂടി കൈവന്നിട്ടുണ്ട്. പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകൾ തേടിയുള്ള മനുഷ്യൻ്റെ യാത്രയിൽ 2026 ഒരു സുപ്രധാന വഴിത്തിരിവാകുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. ഇത്തരം ഒരു സമ്പർക്കം സംഭവിച്ചാൽ അത് ഭൂമിയിലെ രാഷ്ട്രീയ, സാമൂഹിക, മതപരമായ ചിന്താഗതികളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നതിൽ സംശയമില്ല. സാങ്കേതിക വിദ്യയുടെ വളർച്ച മനുഷ്യരാശിക്ക് വലിയൊരു ഭീഷണിയാകുമെന്ന സൂചനയും ബാബ വാങ്കെ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി മനുഷ്യനെ മറികടന്ന് ലോകം ഭരിക്കുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് അവർ മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ചാറ്റ് ബോട്ടുകളും സ്വയം നിയന്ത്രിത വാഹനങ്ങളും റോബോട്ടുകളും AI പ്രാഥമിക ഘട്ടങ്ങൾ മാത്രമാണ്. എന്നാൽ ഇത് സ്വയം ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും പ്രാപ്തിയുള്ള ഒരു തലത്തിലേക്ക് വരുമ്പോൾ മനുഷ്യൻ്റെ നിലനിൽപ്പ് തന്നെ അപകടകരമായേക്കാം. ഇലോൺ മസ്കിനെ പോലെയുള്ള ആധുനിക കാലത്തെ ദീർഘദർശികൾ AI മനുഷ്യരാശിക്ക് വലിയ ഭീഷണിയാണെന്ന് പറയുന്നതും വാങ്കയുടെ വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രവചനങ്ങളും ഒരേ ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സാങ്കേതികവിദ്യ മനുഷ്യൻ്റെ ദാസനായിരിക്കേണ്ടതിന് പകരം യജമാനനായി മാറുന്ന ആ വിനാശകരമായ ഘട്ടത്തെക്കുറിച്ചിട്ടുള്ള ആശങ്ക 2026 നീളുന്നു. പ്രകൃതിക്ഷോഭങ്ങളും ആഗോള സാമ്പത്തിക പ്രതിസന്ധിയും 2026 മറ്റൊരു കറുത്ത വശമായി വാങ്ക ചൂണ്ടിക്കാണിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം ഇന്ന് നമുക്ക് മുന്നിലുള്ള വലിയ ഒരു വെല്ലുവിളിയാണ്. അപ്രതീക്ഷിതമായ പ്രളയങ്ങൾ, ഭൂചലനങ്ങൾ, ഉഷ്ണതരംഗങ്ങൾ എന്നിവ ഭൂമിയുടെ സന്തുലിതാവസ്ഥ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ആഗോള സമ്പദ് വ്യവസ്ഥയിലുണ്ടാകുന്ന വൻ തകർച്ച ദശലക്ഷക്കണക്കിന് ആളുകളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുമെന്ന് പ്രവചിക്കപ്പെടുന്നു. പണപ്പെരുപ്പവും വിഭവങ്ങളുടെ ദൗർലഭ്യവും ലോകത്തെ ഒരു അരാജകത്വത്തിലേക്ക് നയിച്ചേക്കാം. മുൻകാലങ്ങളിൽ ഉണ്ടായ സാമ്പത്തിക തകർച്ചകളേക്കാൾ വലിയൊരു പ്രത്യാഘാതം 2026 ഉണ്ടായേക്കാം എന്ന സൂചനയാണ് വാങ്ക നൽകുന്നത്. ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര കലഹങ്ങൾക്കും പുതിയ അധികാര സമവാക്യങ്ങൾക്കും കാരണമായേക്കാം. ബാബ വാങ്കയുടെ പ്രവചനങ്ങളെ അന്ധമായി വിശ്വസിക്കണോ വേണ്ടയോ എന്നത് വ്യക്തിപരമായ തീരുമാനമാണ്. ശാസ്ത്രീയമായി ചിന്തിക്കുന്നവർ ഇതിനെ വെറും യാദൃശ്ചികമായി മാത്രം കാണുമ്പോൾ വിശ്വാസികൾ ഇതിന് വലിയൊരു മുന്നറിയിപ്പായി കാണുന്നു.
പല പ്രവചനങ്ങളും തെറ്റായി വന്നിട്ടുണ്ടെന്ന കാര്യവും മറക്കരുത്. ഉദാഹരണത്തിന് 2010 മുതൽ 2014 വരെയുള്ള കാലയളവിൽ ഒരു ആണവ യുദ്ധം ഉണ്ടാകുമെന്ന് അവർ പ്രവചിച്ചിരുന്നെങ്കിലും അത് സംഭവിച്ചില്ല. എങ്കിലും അവർ പറഞ്ഞതിൽ ഭൂരിഭാഗവും സത്യമായി മാറി എന്നത് ജനങ്ങളുടെ ഇടയിൽ അവരോടുള്ള ഭയവും ബഹുമാനവും നിലനിർത്തുന്നു. പ്രവചനങ്ങൾ എന്തുതന്നെയായാലും വരാനിരിക്കുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും അതിനെ നേരിടാനും മനുഷ്യരാശി തയ്യാറെടുക്കേണ്ടതുണ്ടെന്ന വലിയ പാഠമാണ് ഇത്തരം പ്രവചനങ്ങൾ നൽകുന്നത്. 2026 എന്ന വർഷം ബാബ വാങ്കെ പ്രവചിച്ചതുപോലെ സംഭവബഹുലമാകുമോ എന്ന് കാലം തെളിയിക്കും. ഒരുപക്ഷെ അവയുടെ വ്യാഖ്യാനങ്ങളിൽ നമുക്ക് തെറ്റുപറ്റിയിരിക്കാം. അല്ലെങ്കിൽ ലോകം അത്തരം ദുരന്തങ്ങളെ നേരിടാൻ സജ്ജമായേക്കാം. എങ്കിലും സമാധാനത്തിനും പുരോഗതിക്കും വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യവംശം ഒത്തൊരുമയോടെ ഇത്തരം വെല്ലുവിളികളെ നേരിടുക എന്നതാണ് പ്രധാനം. പ്രവചനങ്ങൾ ഭയപ്പെടാനല്ല, മറിച്ച് ജാഗ്രത പാലിക്കാനുള്ള ഒരു വഴികാട്ടിയായി മാത്രം കാണണം. ഒരു പുതിയ വർഷത്തിലേക്ക് ലോകം ചുവടുവെക്കുമ്പോൾ നാം കരുതിയിരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഈ പ്രവചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വരാനിരിക്കുന്ന വർഷങ്ങളിൽ ഈ പ്രവചനങ്ങളുടെ ഏതൊക്കെ ഭാഗങ്ങളാണ് യാഥാർത്ഥ്യമാകുക എന്നറിയാൻ ആകാംക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം.